ഇപ്പോൾ പല കുഞ്ഞുങ്ങൾക്കും ADHD എന്നുള്ള അസുഖം കണ്ടുവരുന്നു. പല കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ADHD എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വളരെ വയലൻ്റായിട്ടുള്ള സ്വഭാവമുള്ളതായിട്ട് അറ്റൻഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കില്ല. അവരുടേതായിട്ടുള്ള രീതിയിലത്തെ കാര്യങ്ങൾ പോവുള്ളൂ. അവരൊരു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അത് 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ദിവസം മുഴുവനും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. വേറെയിലേക്ക് ആ കൊച്ചുങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവില്ല, അതിലേക്ക് കടന്നു പോകണു. അത് ഒരു 1.5 വയസ്സ് തൊട്ട് ഈ അസുഖത്തിൻ്റെ തുടക്കം കാണുന്നുണ്ട്. അത് കുറച്ചും കൂടി വൈകി കഴിയുമ്പോൾ 4, 5 വയസ്സാകുമ്പോൾ ഇത് കുറച്ചും കൂടി കൂടുകയാണ് ചെയ്യുന്നത്. ഈ അസുഖം കൂടുകയാണ് ചെയ്യുന്നത്. ഈ അസുഖമുള്ള കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അവർ പല രീതിയിലുള്ള സ്വഭാവക്കാരായിരിക്കും. അവർക്കിപ്പോൾ എക്സാം എഴുതാൻ പോയാലും പ്ലേ സ്കൂളിൽ കൊണ്ടാക്കിയാലും അവിടെ ഇരുന്ന് എക്സാം എഴുതുമ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ എക്സാം ആണെങ്കിലും ഈ 15 മിനിറ്റിൻ്റെ എക്സാം ഇവരെഴുതൂല. അത്ര കോൺസെൻട്രേഷൻ ആയിട്ടിരുന്ന് ഇവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്രൗഡിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ, ക്രൗഡായിട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ കുട്ടികൾ അപ്പോഴും വയലൻ്റ് ആവണു. വളരെയധികം വയലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. വളരെയധികം വയലൻ്റ് ആകുമ്പോൾ ഇവർ അത് വേറെ ഈ രക്ഷകർത്താക്കന്മാർ പറയണത് ഇവർക്ക് എക്സ്ട്രാ ഫോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എക്സ്ട്രാ ഫോഴ്സ് ശരീരത്തിൽ കയറിയിട്ടാണ് ഇങ്ങനെ വരണതെന്ന് പറഞ്ഞാൽ പലരും ഡോക്ടർമാരുടെ അടുത്ത് പോകണമെന്നില്ല. ഡോക്ടർമാരുടെ അടുത്ത് ഇത് പോയി ചെക്ക് ചെയ്യണില്ല, ഇതെന്താ അസുഖമെന്ന് ചെക്ക് ചെയ്യണില്ല. അങ്ങനെ ആകുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ അസുഖങ്ങൾ കൂടാനാണ് സാധ്യത. ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാരാസൈക്കോളജിയിൽ സിസോഫ്രീനിയ എന്നുള്ള അസുഖത്തിൻ്റെ ഇതിൽ രാജസിക സ്വഭാവമുള്ള ഒരിതുണ്ട്. രാജസികത എന്ന് പറഞ്ഞാൽ വളരെ വയലൻ്റ് ആവുന്ന സ്വഭാവമാണ്. എല്ലാം നശിപ്പിക്കലും കത്തിച്ച് കളയലും അങ്ങനത്തെ സ്വഭാവമുള്ളതാണ്. അതും ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ആ ഹൈപ്പർ ആക്ടിവിറ്റി പോലെയാണ്, അതിൻ്റെ ഒരു വകഭേദമായിട്ടാണ് ഇതിനെ കണ്ടുവരുന്നത്. സിസോഫ്രീനിയയിലെ പല ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകൾക്കും പലവർക്കും ഇല്ല, ചിലവർക്ക് അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖങ്ങൾ വന്നു കാണുന്നു. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നെയും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി 1 മാസത്തോളം കൗൺസിലിംഗ് ചെയ്യുകയും ആ കുഞ്ഞുങ്ങളെ 1 മാസം കൗൺസിലിംഗ് ചെയ്ത് തീർന്നില്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് കൗൺസിലിംഗ് ചെയ്ത് ഈ കൊച്ചുങ്ങളെ നേരെയാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ കുട്ടികളെ തല്ലുകയോ കൂടുതലായിട്ട് ഉപദ്രവിക്കുകയോ രക്ഷകർത്താക്കന്മാർ ചെയ്യാണ്ടിരിക്കുക. ആ കുട്ടികളെ സഹകരിച്ച് ആ കുട്ടികളോടൊപ്പം സഞ്ചരിച്ച് നീങ്ങുക. അതാണിത്. പാരാസൈക്കോളജിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ പ്രത്യേകിച്ച് കാണുന്നത്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു. അത് ഡോക്ടറെ കൊണ്ട് കൗൺസിൽ ചെയ്യിക്കുക.